വീട് കയറിയപ്പോ ഇവിടെ വലിയ വികസന കാര്യങ്ങളൊക്കെ വീമ്പിൾ വെക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കരിമ്പ് തൊട്ട് വെള്ളച്ചാൽ വരെ ഞങ്ങൾ വീട് കയറിയപ്പം പല ദയനീയ കാഴ്ചകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ തൊട്ട മുകളിൽ തന്നെ ഒരു തുമ്പട്ടിയാൽ എന്നൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. നമുക്കറിയാം, നമ്മൾ ഈ പ്രദേശത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വലിയ സൗകര്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ ആ പ്രദേശത്തേക്ക്, ഈ തുമ്പട്ടിയാൽ എന്ന പ്രദേശത്തേക്ക് നിങ്ങളൊന്ന് കയറി നോക്കുക, അവിടുത്തെ ജനങ്ങളുടെ സൗകര്യങ്ങളും നോക്കുക. ഇവിടെ വലിയ വികസനം പറഞ്ഞിട്ട് രണ്ട് മുന്നണികളും വാർഡ് മെമ്പർമാരായ ആളുകളാണ്. ഇവിടെ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട് അവര്, ഇവിടെ ജില്ലാ പഞ്ചായത്ത് വന്നിട്ടുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്, ഇതെല്ലാം ഭരിച്ചത് ഇവരാണ്. എന്നാൽ ആ പ്രദേശത്തെ ജനങ്ങൾ, ഞാൻ വോട്ട് ചോദിക്കാൻ പോയപ്പോ എന്റെ നേർക്കാഴ്ചയാണ്, അവിടുത്തെ അമ്മമാര് ഇന്നും എന്താ പറയാ കുടത്തിൽ വെള്ളം കൊണ്ടുപോകുന്ന രംഗം. ഇതൊരു രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി പറയുന്നതല്ല. നാളെ പകൽ അവിടെ പോയി നോക്കിയാൽ ഞാനും വരാം, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാനും വരാം. ഇന്നും ആ പ്രദേശത്തെ നിവാസികള് ഇന്നും കുടിവെള്ളം തലയിലേറ്റി പോകുക എന്ന് പറയുമ്പോ ഈ പ്രദേശത്തുള്ള ഈ താഴ്വാരങ്ങളിലുള്ള ആളുകളുടെ സൗകര്യം, ആ സൗകര്യം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ മെമ്പർമാരില്ലാത്തത് കൊണ്ടാണോ? രാഷ്ട്രീയ പാർട്ടികളില്ലാത്തത് കൊണ്ടാണോ? അതുപോലെ തന്നെ അവിടെ കരണ്ട് ഇല്ലാത്ത വീടുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാ വീടുകളും കരണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രസംഗിക്കാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം അവിടെ കരണ്ട് ഇല്ലാത്ത എത്ര വീടുണ്ട് എന്നുള്ളത്. അവിടെ ഇന്നും പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച വീടുകൾ അതവിടെ ഇല്ലേ? അങ്ങനെ നരകിച്ച് ജീവിക്കാനാണോ ഈ പ്രദേശത്തുകാര് വോട്ട് ചെയ്യുന്നത്? അവിടെ ഉള്ളതും വോട്ടർമാരാണ്, അവരും വിജയിപ്പിക്കുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയാണ്. എന്തുകൊണ്ട് ആ പ്രദേശം അങ്ങനെയായി? ഒരു വോട്ട് ചെയ്യാൻ മാത്രമുള്ള ആളുകളാണോ ആ പ്രദേശത്തുള്ള ആളുകൾ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവിടെ ഞാൻ അറിഞ്ഞത്, അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനും അത് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയണം, എന്നിട്ട് തന്നെ നമ്മൾ പറയുന്നുള്ളൂ. അവിടെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നിപ്പോ അതിന്റെ ടാങ്ക് പോലും അവിടെ കാണാനില്ല. 2 ടാങ്ക് ഉണ്ടായിരുന്നു അവിടെ. ആ ടാങ്ക് ആരോ വിറ്റെന്ന് പറഞ്ഞത്. ആര് വിറ്റെന്നോ ഒന്നും ഞാനിപ്പോ പറയുന്നില്ല, കാരണം അതിന്റെ വിശദീകരണം അവരോട് ചോദിക്കണം. അവിടെ 2 ടാങ്ക് ഉണ്ടായിരുന്നു പറഞ്ഞു, ആ ടാങ്ക് ഇപ്പൊ കാണാനില്ല. അത് ആരോ വിറ്റുപോയി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആരോ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഇത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ടാകുമ്പോൾ എങ്ങനെ വോട്ട് ചോദിച്ച് നിങ്ങൾ അവിടെ പോകുന്നു? എങ്ങനെ വോട്ട് ചോദിച്ചു പോകാൻ നിങ്ങൾ കഴിയുന്നു? അവർക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടികളും പൊതു പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇവിടെ എന്താ ഇവിടെ ചെയ്യുന്നത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോ കുപ്പായിട്ട് കുറെ ആളുകൾ വരിക, തല്ലിടുക. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കാണുന്നൊരു സംഭവം ഉണ്ട്. എന്താ വെച്ചാല് അവനവന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച്, അവനവന്റെ സാമ്പത്തികം മാറ്റിവെച്ച്, അല്ലെങ്കിൽ അവനവന്റെ സാമ്പത്തിക നില തകർത്തുകൊണ്ട് ഇവിടുത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയും ഇവിടുത്തെ പൊതുപ്രവർത്തനങ്ങൾ നടത്തിയും നമുക്കറിയാം, ഈ അങ്ങാടിയിൽ കൂടെ ഒരുപാട് ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അവരാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകര്. അല്ലാതെ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് സീറ്റ് വേണം, എനിക്ക് സ്ഥാനാർത്ഥിയാകണം എന്ന് പറയുന്നവരല്ല സ്ഥാനാർത്ഥികള്, അവരല്ല മെമ്പറായി വരേണ്ടത്. ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തി വരുന്ന, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്ന നല്ല നല്ല വ്യക്തികൾ ഈ അങ്ങാടിയിൽ കൂടെ ഇപ്പൊ താരപര നടക്കുന്നുണ്ട്. അവരെ ചവിട്ടി കൂട്ടി ഒരു മൂലക്കാക്കി മറ്റുള്ള ആളുകളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള, അങ്ങനെ വിജയിച്ചു പോകാമെന്നുള്ള ഒരു തീരുമാനമൊന്നും നടപ്പിലാക്കുന്ന ഒരു നാടല്ലത്. അവർക്കിത് മനസ്സിലാകും, ആരാണ് നല്ല വ്യക്തികള്, ആരാണ് ഇത് ഇവിടെ രോഗികളെ സഹായിച്ച ആളുകള്, ആരാണ് ഇവിടെ വീടുകളെ സഹായിച്ച ആളുകള് എന്നൊക്കെ വ്യക്തമായ അറിവുള്ള ആളുകളാണ് ഈ പ്രദേശത്തെ ആളുകള്. ഇവിടെ ബാബുരാജൻ ജയിച്ചു പോകുന്നത് പാർട്ടി വോട്ട് കൊണ്ടാ, അല്ലെങ്കിൽ മുമ്പ് മജീദാക്ക ജയിച്ചത് പാർട്ടി വോട്ട് കൊണ്ടാ? ഇവിടുത്തെ നല്ല വ്യക്തികള് പാർട്ടി നോക്കാത്ത ഇവിടെ വികസനം വരാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് അവരൊക്കെ. അവരൊന്നും പാർട്ടി വോട്ട് കൊണ്ട് ജയിച്ചതല്ല. ഇപ്പൊ വീട് കയറി പറയാണ് EVN പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് 200 വോട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 150 വോട്ടേ ഉള്ളൂ എന്ന്. ആർക്കത്ര പേടി? 150 വോട്ടാണെങ്കിൽ ഇത് പറഞ്ഞ് നടക്കണോ? ഇവിടെ കൊണ്ടുവന്ന വികസനം പറഞ്ഞു നടന്നതിന് വോട്ട് കിട്ടൂലേ? വികസനം പറയാൻ നിങ്ങൾക്ക് എന്താ നേരമില്ലാത്തത്? ഓരോ വീട് കയറി പറയുന്നത് അഫ്സലിന് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ലീഗ് ജയിക്കുന്നു. അപ്പുറത്ത് ലീഗുകാർ പറയണം അഫ്സലിന് വോട്ട് കൊടുത്താൽ CPM ജയിക്കുന്നു.
ഇതാ ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ഞങ്ങൾ കുടിവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, റോഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ വീട് കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞ് വോട്ട് വാങ്ങണ്ടേ? ഞങ്ങൾ കേറിയ വീടുകൾ കേറിയിട്ട് അതിന്റെ ബാക്കിൽ വന്നിട്ട് ഞങ്ങളെ എന്താ പറയാ, ഞങ്ങൾ കൗണ്ടർ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഇവിടെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന വികസനത്തിന് വോട്ടില്ലേ? ആ വോട്ടല്ലേ വാങ്ങിയെടുക്കേണ്ടത്? ഒരു സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞാണോ വോട്ട് വാങ്ങേണ്ടത്? ഏതൊരു മുന്നണി സ്ഥാനാർത്ഥിയും ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൊണ്ടുവന്ന വികസനത്തിന് വോട്ടുണ്ട്. ആ വികസനം പറഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വോട്ട് താനേ വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജനങ്ങളെ ആശങ്കയിലാക്കുകയാണ്. ഞങ്ങളെ സംവിധാനങ്ങൾ ഇതാണ്, ഞങ്ങളെ സംവിധാനങ്ങൾ. ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികളെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമാരും അവിടുത്തെ പ്രായമായ ആളുകളും അവിടുത്തെ രോഗികളും ഞങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട്: രാഷ്ട്രീയമല്ല പ്രശ്നം. PV അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു നിലപാടിന്റെ ഭാഗമായാണ് അഫ്സൽ ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്നത്. അഫ്സലിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഓരോ വീടും കയറുന്നത്. അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അതിൽ ഞങ്ങൾക്ക് UDF ഓ LDF ഓ BJP യോ തൃണമൂൽ കോൺഗ്രസോ എന്നില്ല. പൊതുജനങ്ങളെ വോട്ട് വാങ്ങി ഞങ്ങൾ ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരെയും മെമ്പറായിരിക്കും. അതിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല. ഇവിടെ